ഹായ് കൂട്ടുകാരെ, സുഖാലേ എല്ലാവർക്കും? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? ഐ എം ജെബി, സർട്ടിഫൈഡ് ലൈഫ് കോച്ച്, റിലേഷൻഷിപ്പ് ആൻഡ് മൈൻഡ് സെറ്റ് കോച്ച്. കൂട്ടുകാരെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. കാരണം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വെല്ലുവിളികളും പരാജയങ്ങളും എല്ലാം നമുക്കുണ്ടാകാം. പക്ഷേ നമ്മുടെ മനസ്സിന്റെ സമാധാനം, സന്തോഷം ഇവയെല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. മനസ്സിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. എങ്ങനെയെന്നല്ലേ? അതിനൊരു ചെറിയ രഹസ്യമേ ഉള്ളൂ. എന്താണോ നമുക്കുള്ളത് ആ ഉള്ളതിലേക്ക് ശ്രദ്ധിക്കുക, നമുക്കില്ലാത്തതിലേക്കല്ല. നമ്മളുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, നല്ല ജോലിയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. എനിക്കാണെങ്കിൽ നല്ല കാറില്ല, നല്ല ജോലിയില്ല, നല്ല വീടില്ല. അങ്ങനെ നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്ക് നോക്കി നമ്മൾ നമ്മുടെ സന്തോഷം കളയുന്നു, നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്നു. നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് രാവിലെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ സാധിച്ചോ? ശ്വസിക്കാൻ സാധിച്ചോ? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണ്. അനേകം പേരുടെ സ്വപ്നമാണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ പലപ്പോഴും നമുക്ക് ഉള്ളതിൽ എന്തെങ്കിലും കുറവുകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ പല്ലിനൊരു വേദന വരുമ്പോഴാണ് പല്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് കണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാലോ? നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, നല്ല ജീവിത പങ്കാളി ഉണ്ടാകാം, മക്കളുണ്ടാകാം. അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമുക്ക് സന്തോഷിക്കാൻ. പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും നോക്കുന്നില്ല. ഞാനൊരു ചെറിയ കഥ പറയാം. രണ്ടുപേർ ഒരേ ജനലിലൂടെ വെളിയിലേക്ക് നോക്കുന്നു. ഒരാൾ കണ്ടത് ചെളി നിറഞ്ഞ മലിനമായ സ്ഥലമാണ്. എന്നാൽ മറ്റേയാൾ ആകാശത്തേക്ക് നോക്കി കണ്ടത് നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം നിൽക്കുന്ന മനോഹരമായ ആകാശമാണ്. ഒരേ സാഹചര്യം, പക്ഷേ മനസ്സിന്റെ രണ്ട് വ്യത്യസ്തമായ തലങ്ങൾ. ഇതുപോലെയാണ് നമ്മളുടെ കാര്യങ്ങളും. നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ അതിലേക്ക് നോക്കുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, സന്തോഷം എന്നുള്ളത് ഭാവിയിൽ കിട്ടുന്ന ഒന്നല്ല. ഒരു വലിയ ഞാൻ ഇനി ഒരു വീട് വച്ചാൽ സന്തോഷിക്കാം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടിയാൽ സന്തോഷിക്കാം, ഞാനൊരു നല്ല യാത്ര പോയിട്ട് സന്തോഷിക്കാം, അങ്ങനെയല്ല. സന്തോഷം എന്നുള്ളത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ്. നമ്മളിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും കിട്ടും. അപ്പോൾ ഇനി മുതൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇതുവരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങും. നമ്മുടെ ആ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.